ഈ കഴിഞ്ഞ മാസം 75-ലെത്തി മോഹൻ ഭാഗവതും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇവരൊക്കെ വിരമിക്കുന്നു എന്നായിരുന്നു പലരും ഒക്കെ കൊട്ടിഘോഷിച്ച് നടന്നത്. അല്ല, നരേന്ദ്രമോദി വിരമിച്ചു കഴിഞ്ഞാലും BJP മുന്നോട്ട് പോകില്ല എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. ഈ RSS ആണ് അതിൻ്റെ ഒരു വലിയ ബ്രെയിൻ എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഇവര് ഇനി വരാൻ പോകുന്ന 25 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ളവരാണ്. അല്ലാതെ കോൺഗ്രസിനെ പോലല്ല. കോൺഗ്രസിനകത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട തരത്തിലുള്ള പ്ലാനിങ് ഇല്ലാതെ വരുന്നത്. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് നരേന്ദ്രമോദി രംഗപ്രവേശം ചെയ്യുന്നത്. കേശുഭായ് പട്ടേലിനെ മാറ്റി അപ്രതീക്ഷിതമായി ഔചാരിതമായിട്ടാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഗുജറാത്ത് കലാപത്തിനെതിരെ വൻ ആരോപണങ്ങളും വലിയ വിവാദത്തിൻ്റെ നടുക്കടലിൽ പെട്ട് നിൽക്കേണ്ടിയും വന്നു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായ അമേരിക്കയിലേക്ക് കാലുകുത്താൻ പറ്റാത്ത സ്ഥിതിയായി. ഇന്നോ അവർക്ക് നോക്കിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തിയുടെ വരവിന് വേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വികാസ് പുരുഷനായി മാറി എന്നുള്ളതാണ്. അത് 2014 മുതൽ നമ്മൾ കാണുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.